ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യം, ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റ് അതിന്റെ റിവ്യൂ ആണ്, അതിന്റെ ന്യൂസാണ് ഞാൻ പറയുന്നത്. ന്യൂസ് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ക്രിക്കറ്റ് ഒരു ക്രിക്കറ്റ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചെറുപ്പം തൊട്ടേ ക്രിക്കറ്റ് കണ്ട് ഓരോ ഇന്ത്യക്കാരൻ എന്താ ഒരു ഞാൻ റെക്കോർഡ് ക്ലോസ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഇങ്ങനെ പറയാനാണ് ഇഷ്ടം. ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. നമ്മുടെ അല്ല, ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ക്രിക്കറ്റിന് അത്രയധികം സ്ഥാനമുള്ള ഒരു നാട് തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ കേരളം കടന്നാൽ ക്രിക്കറ്റ് വളരെ വലിയ സംഭവം തന്നെയാണ്. അത് നമ്മൾ കേരളം വിട്ട് പോയാൽ നമുക്ക് അറിയാൻ പറ്റും ക്രിക്കറ്റിന്റെ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നമ്മുടെ ഈ ക്രിക്കറ്റ് ഗെയിമിൽ കേരള പ്ലേയേഴ്സിനെ കൂടി സപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം നമ്മുടെ കേരളത്തിൽ ക്രിക്കറ്റിന്റെ ഒരു വാല്യൂ വന്നിട്ടില്ല. അത് മാത്രമല്ല, നമ്മുടെ മലയാളികൾക്കുള്ള ചില എന്താ പറയാ, ഒരു അങ്ങോട്ട് വേണ്ട, അത് നമുക്ക് പറ്റില്ല, അങ്ങനെ ഒരു ചിന്തയുണ്ട് ഉള്ളത്. അങ്ങനെ ഒരു ചിന്ത ഉണ്ട് പലർക്കും. അങ്ങനെയായിരുന്നു നമ്മളെല്ലാവരും ഇറങ്ങിച്ചേരണം. ഏതൊരു സ്ഥലത്ത് പോയാലും ഒരു മലയാളി ഉണ്ടായിരുന്നു. നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മുടെ കേരളത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ സ്വന്തം നാട്. അപ്പോൾ അതിന്റെ ഒരു ഗുണം നമ്മുടെ ഓരോ മലയാളികൾക്കും ഉണ്ടായിരുന്നു. ഈ ക്രിക്കറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോ സഞ്ജു സാംസൺ ആയാലും ശ്രീശാന്ത് ആയാലും ഇവരെയൊക്കെ അധികം ക്രിക്കറ്റിൽ, ശ്രീശാന്ത് വളരെ നല്ല പ്ലെയർ ആണ്. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ടെസ്റ്റിലൊക്കെ ബെസ്റ്റ് പെർഫോമൻസിനുള്ള മാൻ ഓഫ് ദി മാച്ച് അവാർഡ് കിട്ടിയ ആളാണ് ഈ ശ്രീശാന്ത് എങ്ങനെയോ ടീമിൽ നിന്ന് ഔട്ടായി. അത് അത് വേറെ കാര്യം. അത് മലയാളിയുടെ ഒരു റിഫ്ലക്ഷൻ അവിടെയുണ്ട്. അത് മലയാളികൾക്ക് അവിടെ സപ്പോർട്ട് കുറവാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിൽ. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. സഞ്ജു സാംസൺ ആയാലും ഓപ്പണിങ് വൺ ഡൗണിലേക്ക് ഇറങ്ങുന്ന പ്ലെയറായ സഞ്ജു സാംസനെ 5ാമത് 6ാമതൊക്കെയാണ് ഇറക്കിയിട്ടുള്ളത്. അത് പുറമേ ഫ്രണ്ടിൽ നിന്ന് ചിരിച്ചു കാണിച്ച് പുറകിൽ നിന്ന് കുത്തുന്നത് രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അത് വേറെ. അത് കാരണം എനിക്ക് അത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, ഞാനുള്ള കാര്യം പറയും. അതിനെനിക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല. അതെന്റെ നാച്ചുറാണ്, എന്റെ രീതിയാണ്. പിന്നെ ഇവിടെ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് വേറെ. ഇപ്പൊ ഇനി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വളരെയധികം മോശമാണ്. വെസ്റ്റ് ഇൻഡീസ് എങ്ങനെയായിരുന്നു പണ്ട്, പിന്നെ വെസ്റ്റ് ഇൻഡീസ് എന്ന ടീം തകിട് പൊടിയായ പോലെയായി. കാരണം ഈ പൊളിറ്റിക്സും പിന്നെ സെലക്ഷൻ ഉള്ള പ്രശ്നങ്ങളും പിന്നെ പക്ഷപാതവും ചില പ്ലെയേഴ്സുകളോടുള്ള അവഗണനയും ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വരുന്നതാണ്. ഇപ്പൊ വിരാട് കോഹ്ലിയുടെ കാര്യം തന്നെ നോക്കിയാൽ അറിയാം. കോഹ്ലി, രോഹിത് ശർമ്മ ഇപ്പോ ഏഷ്യ കപ്പ് 2020 കഴിഞ്ഞതിന് ശേഷം വിരമിക്കാൻ വരെ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞ ഒരു സമയമായിരുന്നു അത്. കാരണം അവരെയൊക്കെ വിരമിക്കുക എന്നുള്ളത് അവരുടെ ഡിസിഷനാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, പറയരുത്. ഇവിടെ ഗൗതം ഗംഭീർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗൗതം ഗംഭീറിനെ എടുത്ത് കളയേണ്ട സമയമായി. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഗൗതം ഗംഭീറിനൊന്നൊരു ഒരു കോച്ച്, നല്ലൊരു പ്ലെയറാണ്, നല്ലൊരു കോച്ച് തന്നെയാണ്. പക്ഷെ ഈ ഗൗതം ഗംഭീർ എന്ന് പറഞ്ഞ കോച്ച് കൂടുതലും യങ് പ്ലെയേഴ്സുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ടെസ്റ്റ് മാച്ചിലായാലും ഇപ്പോൾ ഇന്ത്യ തോറ്റ സൗത്ത് ആഫ്രിക്കയുമായിട്ട് ടെസ്റ്റ് മാച്ച് ചരിത്ര പരാജയമായി. അത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടിത്തറ ഇളക്കിയ ഒരു ഗെയിമാണെന്ന് തന്നെ പറയാം. തുടച്ചു നീക്കി അവര് സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ ടീമിനെ ഒരു രീതിയിലും. ഇന്ത്യൻ ടീം അവിടെ
ഒരു ഒരു തിരിച്ചുവരവ് ഉണ്ടായില്ല. കോച്ചിന് മുഴുവനായി കുറ്റം പറയുകയല്ല, എന്നാലും വിരാട് കോഹ്ലിയുടെ പെട്ടെന്നുള്ള ടെസ്റ്റിൽ നിന്നുള്ള വിരമിക്കലും, അതുപോലെ തന്നെ ആ ഒരു റിയാക്ഷൻ ടീമിൽ എന്തായാലും വരും. കാരണം കോഹ്ലിയുടെ ഒരു അഭാവം ഇന്ത്യൻ ടീമിൽ ഉള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ ടീം നല്ലൊരു കോച്ച് വരേണ്ടതാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് MS ധോണി ഇന്ത്യൻ കോച്ചായി വരണം. MS ധോണി 2020 നിന്നും ഒഴിവായി കഴിഞ്ഞു. ഇനി ധോണി കോച്ചായി വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ധോണിയുടെ ആ ഒരു ബലത്തിൽ ഇന്ത്യ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ധോണിയുടെ ക്രെഡിറ്റ് തന്നെയാണ്. ഇന്ത്യ ജയിച്ച വേൾഡ് കപ്പിൽ ധോണിയുടെ ആ ഡിസിഷൻ തന്നെയാണ് ഇന്ത്യ വേൾഡ് കപ്പ് ജയിക്കാനുള്ള കാരണം. കാരണം നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഒരു വലിയൊരു പോരായ്മ എന്ന് വെച്ചാൽ ഫൈനലിൽ നമ്മൾ കലമുടയ്ക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഒരു വലിയൊരു പ്രശ്നം. അത് ഒരുവിധം ഇല്ലാതാക്കി തീർത്തത് ധോണിയുടെ ആ ഒരു കൂൾ മൈൻഡും, ധോണിയുടെ ആ ബ്രെയിനും, ധോണിയുടെ ആ ടീമുമായിട്ട് ധോണിയുടെ ഒരു സ്പിരിറ്റ് തന്നെയാണ് ആ ഒരു ടീമിനെ അങ്ങനെ ആക്കി തീർത്തത് ധോണി തന്നെയാണ്. ഗാംഗുലി ആയിരുന്നപ്പോഴും, സച്ചിൻ ആയിരുന്നപ്പോഴും, ദ്രാവിഡ് ആയിരുന്നപ്പോഴും ടെൻഷനില്ലാതെ കളിക്കുകയും അതുപോലെ ടീമിലുള്ളവർക്ക് ഒരു പ്രചോദനം ആക്കി കൊടുത്തതും ധോണിയുടെ ഒരു വിലമതിക്കാനാവാത്ത ഒരു ധോണിയുടെ ഒരു എന്താ പറയാ, ധോണി ടീമിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ കളി ഇന്ത്യ ജയിച്ചിട്ടുള്ളതും. ഇത്രയും കപ്പുകൾ, ചാമ്പ്യൻഷിപ്പ് ആയാലും, വേൾഡ് കപ്പ് ട്രോഫി ആയാലും, 2020 ട്രോഫി ആയാലും, ഇതൊക്കെ ഓഫ്കോഴ്സ് നമ്മുടെ ഇന്ത്യൻ ടീമിൽ നല്ല പ്ലേയേഴ്സുകൾ ഉണ്ടായിരുന്നു. എന്നാലും എത്ര നല്ല പ്ലേയേഴ്സുകൾ മുന്നേ ഉണ്ടായിരുന്നു. ഗാംഗുലി ക്യാപ്റ്റനായ സമയത്തും ദ്രാവിഡ്, സച്ചിൻ, ഗാംഗുലി, ലക്ഷ്മണൻ, കുംബ്ലെ ഇവരൊക്കെയുള്ള സമയങ്ങളിലും ഇന്ത്യ സെമിഫൈനലിലൊക്കെ തോറ്റുപോയിട്ടുണ്ട്. അത് തോറ്റുപോയത് കളിയുടെ പ്രശ്നം കൊണ്ടല്ല, ക്യാപ്റ്റന്റെ ചില തെറ്റായ തീരുമാനങ്ങളും, അതുപോലെ തന്നെ കളിക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളും, ഈഗോയും മറ്റും ഒക്കെ തന്നെയാണ്. അതൊക്കെ ഞാനിവിടെ പറയുന്ന ഒരു കാര്യം, ഗൗതം ഗംഭീറിനെ എത്രയും പെട്ടെന്ന് ഇന്ത്യൻ ടീമിൽ നിന്ന് മാറ്റി. അതുപോലെ അജിത് അഗാർക്കർ ആണ് ഇപ്പോഴുള്ള ഇന്ത്യയുടെ ചീഫ് സെലക്ടർ. അജിത് അഗാർക്കറിനെ ഒന്നും ചീഫ് സെലക്ടർ ആവാനുള്ള യോഗ്യതയില്ല. എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. നല്ലൊരു സെലക്ഷൻ, ഒരു ചെയർമാനെയും അതുപോലെ തന്നെ നല്ലൊരു കോച്ചിനെയും ഇന്ത്യൻ ടീമിൽ വരേണ്ടത് വളരെയധികം അത്യാവശ്യമായ സമയമാണത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ, എനിക്ക് തോന്നുന്നത്, എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, വെസ്റ്റ് ഇൻഡീസിന് സംഭവിച്ച പോലെ ഈ ടീമിലുള്ള ഐക്യമില്ലായ്മയും പരസ്പര ശത്രുതയും, പിന്നെ പുതിയ കളിക്കാരെ മാത്രം നോക്കി കൊണ്ടുപോകലും, അങ്ങനെ അത് പുതിയ കളിക്കാരെ ഈ ഇന്ത്യൻ ടീമിൽ വരണം, നല്ലത് തന്നെയാണ്. പക്ഷെ കളിക്കുന്ന പ്ലേയേഴ്സുകൾ ഒഴിവാക്കി പുതിയ കളിക്കാരെ കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. ഇപ്പോൾ സഞ്ജു സാംസൺ നന്നായി കളിച്ചിരുന്നു. സഞ്ജു സാംസന്റെ കുഴപ്പങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങൾ അത് സഞ്ജു സാംസണിൽ നിന്നും ക്ലിയർ ആവും. അല്ലെങ്കിൽ അതിനുവേണ്ടി അത് സഞ്ജു സാംസണിന് കുറച്ചും കൂടി അവസരങ്ങൾ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യൻ 2020 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, അദ്ദേഹം ഏഷ്യ കപ്പിൽ ചെയ്ത ചില കാര്യങ്ങൾ, ക്രിക്കറ്റിൽ പൊളിറ്റിക്സ് ചേർക്കരുത്. ക്രിക്കറ്റ് ഈസ് ഫ്രണ്ട്ഷിപ്പ് ഗെയിം ഓർ ഇസ് ആൻ എന്റർടൈൻമെന്റ്. അതിൽ പൊളിറ്റിക്സ് കൊണ്ടുവന്ന് അത് ചെയ്യുന്നത്
ഒരു രീതിയല്ല. അത് അത് ഇന്ത്യൻ ടീമിന് നല്ലതല്ല. പിന്നെ പാകിസ്ഥാനുമായി കളിക്കുമ്പോൾ അതൊരു ഒരു എന്താ പറയാ, പക്ഷെ ക്രിക്കറ്റിന്റെ വഴിക്ക് വിടണം എന്നാണ് ഞാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തൊക്കെയോ കുറെയൊക്കെ ഇന്ത്യൻ ടീമുകളിൽ ചില സംതിങ് ലൈക്ക് പൊളിറ്റിക്സോ അതോ സെലക്ഷൻ പരമായിട്ടുള്ള കാര്യങ്ങളോ, അത് അത് ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ചില ചില കളിക്കാർ അത് തുറന്നു പറയുന്നുണ്ട് അവിടെ ഇവിടെ നിന്നായിരിക്കും. ഇപ്പൊ ഇർഫാൻ പത്താനായാലും, ഇർഫാൻ പത്താനൊക്കെ എന്തോ എന്തോ ഒരു ട്വീറ്റ് ചെയ്തതിന്റെ പേരിൽ ആ പരിസരത്ത് തന്നെ ഒഴിവാക്കി കളഞ്ഞു ഇന്ത്യൻ ടീം. അതുപോലെ ഹർഭജൻ സിംഗ് ഓൾറെഡി അഗ്രസീവ് ഉള്ള ഒരാളാണ്. ശ്രീശാന്തിനെ അടിച്ച വീഡിയോകളൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ. അത് തിരിച്ച് ശ്രീശാന്ത് റിയാക്ട് ശ്രീശാന്ത് അത് ഈ അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മലയാളികൾ ചിലപ്പോൾ എല്ലാവരും ശ്രീശാന്തിന്റെ പോലെ ആവണമെന്നില്ല. എന്നാലും വേറെ സഞ്ജു സാംസണോ ഒന്നും അതുപോലെയുള്ളൊരു ഓരോ വ്യക്തികളും പല രീതിയിലുള്ള സ്വഭാവക്കാരും പല രീതിയിലുള്ള മൈൻഡുള്ള ആളുകളാണ്. അവിടെ ഉണ്ടായ സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. അത് വേറെ കാര്യം. നമ്മുടെ ടീമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരം ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് തോറ്റ ഒരു കളിയുണ്ടല്ലോ, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതാണ് ഞാൻ പറയുന്നത്. ഫൈനലിൽ നമ്മൾ കലമുടയ്ക്കുന്ന ഒരു രീതി, അത് ഇല്ലാണ്ടാക്കി തീർത്തത് മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ്. ധോണി തിരിച്ച് ഇന്ത്യൻ കോച്ചായി വന്നു ഇന്ത്യൻ ടീമിൽ ഒരു 5-10 കൊല്ലം കൂടി ഇന്ത്യൻ ടീമിൽ തുടർന്ന് 2-3 വേൾഡ് കപ്പും കൂടി ഇന്ത്യക്ക് നേടിക്കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.